മുക്കിലെ പീടികക്ക് പുതിയ ചരിത്രമെഴുതി പാലിയേറ്റീവ് കെയർ നാട്ടുകൂട്ടം. പാലിയേറ്റീവ് കെയറിനെ സഹായിക്കാനായി മുക്കിലെ പീടിക പ്രദേശത്തുകാർ ഒരുക്കിയ സാന്ത്വന വിരുന്ന് ജനപങ്കാളിത്തം കൊണ്ടും വിശിഷ്ട വ്യക്തികളെ കൊണ്ടും ഒരു ചരിത്രം കുറിച്ചു. അതൊരു നാടിൻ്റെ ഉത്സവമായി മാറി. പാലിയേറ്റീവിനെ സഹായിക്കാൻ എന്നതിലുപരി നാട്ടുകാരുടെ കൂട്ടായ്മയാണ് പരിപാടിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. കാലത്ത് 9 മണിക്ക് തന്നെ വിഭവ സമാഹരണവുമായി ജനനേതാക്കളും പ്രതിനിധികളും സംഘടനകളും എത്തി. ഉച്ചയ്ക്ക് 2:30 മണി കഴിഞ്ഞപ്പോഴേക്ക് ആടാനും പാടാനും തയ്യാറായി ആ നാട്ടിലെ കുട്ടികളും മുതിർന്നവരും ഒന്നിച്ചു വരുന്ന കാഴ്ച ഏറെ സന്തോഷകരമായിരുന്നു. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാന്ത്വന പ്രസ്ഥാനത്തെ തങ്ങൾ എങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൊണ്ടറിഞ്ഞും വന്നവരായിരുന്നു അവർ. അവരവരുടെ കടമ പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒന്നിച്ചു ചേർന്നു. വൈകിട്ട് 3:30 മണിക്ക് തന്നെ കുട്ടികളുടെ ഭാഗത്ത് ഒരു ചിത്രം വരെ നടക്കുകയാണ്. അത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ പരിപാടിയിലേറെ ശ്രദ്ധിക്കപ്പെട്ട ജനങ്ങളെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു ചിത്ര പ്രദർശനമായിരുന്നു. മുക്കിലെ പീടികക്കാർക്ക് വഴികാട്ടികളായി അവർക്ക് മുന്നേ നടന്നുപോയവർ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും കാർഷിക മേഖലയിലും തങ്ങളുടേതായ പങ്കുവഹിച്ച ഒരുപാട് കാരണവന്മാർ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ അവരുടെ ചിത്രങ്ങൾ ഒപ്പിയെടുത്ത് അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു. ആ മഹൽ വ്യക്തിത്വങ്ങളുടെ പിന്മുറക്കാർ അവരെ നോക്കി ചിരിച്ചും തൊട്ടുനോക്കിയും അവരോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു കണ്ടത്. അതിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ കാരണവന്മാർ നെടുവേർപ്പെടുകയായിരുന്നു. അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരെ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ കുസൃതി തരങ്ങളടക്കം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നടന്ന ആ ചർച്ച ഈ പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അമൃത സ്റ്റാർ സിംഗർ ആഗ്നേയ് ബിനോസ് അഗസ്റ്റിൻ നല്ല പാട്ടുകളുമായി ജനത്തെ കയ്യിലെടുത്തു. മാത്രമല്ല നാട്ടിലെ നിരവധി കലാകാരന്മാർ. ഏറ്റവും ശ്രദ്ധേയമായത് ആ പ്രദേശത്ത് തന്നെ ഒട്ടനവധി കലാകാരന്മാരുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സംഭവങ്ങൾ. തീർച്ചയായും ഇത് നാടിൻ്റെ സൗഹൃദം പുതുക്കലായിരുന്നു. നാടിൻ്റെ വിഭവങ്ങൾ പങ്കിട്ടെടുക്കലായിരുന്നു. അയ്യൂബിൻ്റെ ചായക്കടയിലെ സ്നേഹവിരുന്നിൽ രാത്രി 9 മണിയായപ്പോഴേക്കും 1000-ഓളം വരുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. നേതാക്കളാവാതെ, ആർക്കും പരിഭവമില്ലാതെ, എന്നാൽ എല്ലാവരെയും ചേർത്ത് വിളിച്ചുകൊണ്ട്, എല്ലാവരെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരു നാടിൻ്റെ നന്മയും സൗഹൃദവും തെളിയിച്ച ശ്രദ്ധേയമായ ഒരു പരിപാടി. കൊച്ചുകുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, പാടിപ്പറയലുകൾ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അത് തങ്ങൾ സ്വരൂപിച്ചു വെച്ച നാണയത്തൊട്ടുകൾ ഒരു തൊണ്ട് രൂപത്തിലാക്കി തൊണ്ടിൽ സൂക്ഷിച്ചു വെച്ച ആ നാണയത്തൊട്ടുകൾ 2 കുട്ടികൾ നമ്മുടെ പ്രിയങ്കരനായ MLA ആബിദ് ഹുസൈൻ തങ്ങൾ അവർക്ക് ഏൽപ്പിക്കുകയുണ്ടായി. ശ്രദ്ധേയമായ ഈ പരിപാടിയുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. നമ്മളെ കിടപ്പിലായ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിൽ വിഷമത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസം അവർ വീടുകളിലേക്ക് കയറി ഇറങ്ങുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തകരുടെ കൂടെ നിൽക്കുകയാണ്. ഈ നാട് 2ാമത്തെ വർഷമാണ് ഇങ്ങനെ വളരെ നല്ല പരിപാടികളിലൂടെ ഫണ്ട് കണ്ടെത്തുന്നത്. ഫണ്ട് നമുക്ക് പല രൂപത്തിൽ കണ്ടെത്താം. പക്ഷെ ഇങ്ങനെ നാട് ഒരുമിച്ച് പ്രായമായവരും കുട്ടികളും
മുതിർന്നവരും ആണും പെണ്ണും എല്ലാം വ്യത്യസ്തമായ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ കേട്ടുകൊണ്ട് കുറെ മനുഷ്യരെ കുറെ വീടുകളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത കുറെ മനുഷ്യരെ ഓർത്തുകൊണ്ട് അവരുടെ വേദന ഒപ്പാൻ വേണ്ടിയിട്ടുള്ള ഈ കുടിയിരുത്തത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ നൽകുന്ന ഓരോ പൈസയും പേരിൽ പാലിയേറ്റീവ് അതിന് അർഹരിൽ എത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം സന്തോഷം.